ഹലോ, ഞാൻ ആതിര സൂരജ്. ഇന്ന് നമുക്കൊരു എഗ്ലെസ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഒരു ബട്ടർ സ്കോച്ചിൻ്റെ എഗ്ലെസ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കണം. അപ്പോൾ ഈ ബട്ടർ സ്കോച്ച് എന്ന് വെച്ചാൽ എന്താണ്? ബട്ടറും ബ്രൗൺ ഷുഗറും ചേർന്ന മിക്സാണ് ബട്ടർ സ്കോച്ച്. പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ബട്ടർ സ്കോച്ചും കാരമലും ഒന്നാണോ എന്ന്. ഒന്നല്ല, പക്ഷെ ഏതാണ്ട് ഒരേ ഫാമിലിയാണ്. ബട്ടർ സ്കോച്ചിൽ ബ്രൗൺ ഷുഗറും ബട്ടറും ആണെങ്കിൽ കാരമലിൽ ഗ്രാനുലേറ്റഡ് ഷുഗറും ബട്ടറും ഫ്രഷ് ക്രീമും ചേർന്നിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് കുറേ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷൊക്കെ കിട്ടും. പക്ഷേ ആ ക്രഷ് എന്ന് പറയുന്നത് ഈ ബട്ടർ സ്കോച്ചായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത സാധനമാണ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആപ്പിൾ സോസാണ്. ആപ്പിൾ സോസും പിന്നെ ഫ്ലേവറിങ് ഏജൻറ്റും മാത്രമേ ഉള്ളൂ അതിൽ. പക്ഷേ അതിന് നല്ല രുചിയാണ്. ആ രുചി ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കേക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ആ ഒരു ക്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു എഗ്ലെസ് ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു എഗ്ലെസ് ബട്ടർ സ്കോച്ചാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് 7 ഇഞ്ചിൻ്റെ 2 പാൻ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു 200 ഗ്രാം ഷുഗർ, ഒരു 260 ഗ്രാം മൈദ, അതിനകത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 300 ml തൈര്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ ഒരു ഫ്രൂട്ട് ക്രഷ്, ഏത് ഫ്ലേവറാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ഫ്രൂട്ട് ക്രഷ്, പിന്നെ വെജിറ്റബിൾ ഓയിൽ. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് എഗ്ലെസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഈ അളന്ന് വെച്ചിരിക്കുന്ന ഷുഗറിലേക്ക് ഈ 300 ഗ്രാം തൈര് നമ്മൾ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. അത് നന്നായിട്ട് മെൽട്ടാവാൻ വേണ്ടിയിട്ടാണ്, ഷുഗർ മെൽട്ടായി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. പഞ്ചസാര അലിഞ്ഞ ശേഷം ഈ തൈരിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് ഒന്ന് പൊങ്ങാനായി മാറ്റി വയ്ക്കണം. സാധാരണ നമ്മൾ മൈദയിലേക്കാണ് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാറ്. ഇത് തൈരിലേക്കാണ് ചേർക്കുന്നത്. ഇനി ഈ മിശ്രിതത്തിലേക്ക് ഒരു 120 ml വെജിറ്റബിൾ ഓയിൽ, ഇത് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഓയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്രൂട്ട് ക്രഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു 6 ടേബിൾ സ്പൂൺ ചേർക്കണം. നമ്മൾ കേക്ക് ഏകദേശം ഒരു 900 ഗ്രാം വരും. അപ്പോൾ അതിനനുസരിച്ച് റെസിപ്പി നോക്കിയിട്ടെടുക്കണം. ഞാനിവിടെ ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് 3 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഫ്ലേവർ കൂടി പോകുമെന്ന് എനിക്കൊരു ഡൗട്ട്, അതുകൊണ്ട് 3 മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ കേക്ക് ഉണ്ടാക്കി അത് സോക്ക് ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ബാക്കി നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദ ഒന്നുകൂടെ സീവ് ചെയ്തിട്ട് ചേർക്കാൻ പോവാണ്. കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്യുക. നമ്മുടെ ബാറ്ററിൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്കിത് 2 പാനിലേക്കായിട്ട് മാറ്റിയിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ബാറ്റർ 2 പാനിലേക്കായി ഡിവൈഡ് ചെയ്തപ്പോൾ 400 ഗ്രാം വീതമുള്ള 2 പാൻ, അപ്പോൾ 800 ഗ്രാം, പിന്നെ ഒരു 60 ഗ്രാം വീതമുള്ള 2 കപ്പ് കേക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. സാധാരണ എല്ലാ കേക്കും ബേക്ക് ചെയ്യുന്നത് പോലെ 180-ലല്ല നമ്മളിത് ബേക്ക് ചെയ്യുന്നത്. ഇത് 160-ലാണ്. കുറച്ച് ടെമ്പറേച്ചർ കുറച്ച് വയ്ക്കുകയാണ്. കാരണം എഗ്ലെസ് ആയതുകൊണ്ട് കുറച്ചൊന്ന് ടെമ്പറേച്ചർ കുറച്ചാൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുമെന്ന് ഞാൻ മുമ്പ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് അസംബിൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് കേക്ക് ബോർഡിൽ മിഡിലായിട്ട് കുറച്ച് ക്രീം പുരട്ടണം. അതിനുശേഷം കേക്കിൻ്റെ ഒരു ലെയർ, ഫസ്റ്റ് ലെയർ വയ്ക്കുക. ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് സോക്ക് ചെയ്യാം. അതിനുശേഷം ബട്ടർ സ്കോച്ചിൻ്റെ കുറച്ച് ക്രഷ് ചേർക്കുന്നുണ്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് ചിപ്സ് കൂടെ ഇട്ട് കൊടുക്കാം.
ഇത് ലാസ്റ്റ് ലെയറാണ്. എല്ലാം ഒരേ പ്രോസസ്സാണ്. ഓരോ ലെയറിലും ഷുഗർ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്യുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇടുക, ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ് ചേർക്കുക, കുറച്ച് ചിപ്സ് ഇടുക. ഇത് യൂണിക്കോൺ കേക്കിൻ്റെ ഫൈനൽ കോട്ടാണ്. ഞാൻ വിപ്പിംഗ് ക്രീമിൽ ഒരു 2-3 ഡ്രോപ്പ് എഗ് യെല്ലോ കളർ ചേർത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നമുക്കിതിൻ്റെ ഫൈനൽ കോട്ട് കൊടുക്കാം. സ്ക്രേപ്പർ വെച്ചിട്ട് സ്മൂത്ത് ചെയ്യും. എയർ പോക്കറ്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും സ്മൂത്ത് ചെയ്യാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ എൻ്റെ കേക്ക് സ്മൂത്തല്ല, എനിക്ക് ഷാർപ്പ് എഡ്ജസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കുറേ പേരെ എനിക്കറിയാം. അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കുന്ന സാധനമാണ്, അൾട്ടിമേറ്റ്ലി നമ്മളെ വയറ്റിലെത്തേണ്ട സാധനമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കേക്ക് ഉണ്ടാക്കുമ്പോൾ ഹൈജീനിക്കായിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കും. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. അപ്പം അതിന് കുറച്ച് ഷാർപ്പ് എഡ്ജ് കിട്ടില്ല എന്ന് വെച്ചോ, അവിടെ എവിടെയും കുറച്ച് എയർ പോക്കറ്റ് വന്നെന്ന് വെച്ചോ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് അതിനാലോചിച്ചിട്ട് കൂടുതലായിട്ട് വിഷമിക്കാതിരിക്കുക. നിങ്ങൾ വല്ല കേക്ക് കോമ്പറ്റീഷനും പോവുകയാണെങ്കിൽ ഷാർപ്പ് എഡ്ജ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. പക്ഷേ നമ്മൾ സാധാരണ ഹോം ബേക്കേഴ്സ് വീട്ടിൽ നിന്ന് കേക്ക് ചെയ്ത് കൊടുത്തിട്ട് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഷാർപ്പ് എഡ്ജ് ഇല്ലാത്തത് കൊണ്ട് ഒരു കസ്റ്റമറും കഴുത്തിന് പിടിച്ച ചരിത്രം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഷാർപ്പ് എഡ്ജ് ഇല്ലെങ്കിൽ പോലും ഷാർപ്പ് എഡ്ജിനോട് സമാനമായിട്ടുള്ള ഒരു എഡ്ജസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ മതി എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഇനി വേറൊരു കാര്യം പറയാം. നിങ്ങളൊരു അരമണിക്കൂർ മുമ്പേ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ച് വിചാരിക്കാം. കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ പണികളെല്ലാം തുടങ്ങാൻ നേരത്ത് ഇതിൽ മൊത്തം എയർ പോക്കറ്റ്സ് വന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിട്ട് നല്ല ഫോഴ്സിൽ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഉണ്ടായിരുന്ന എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. നല്ല സ്മൂത്തായിട്ടുള്ളൊരു ക്രീം കണ്ടില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ കഴിയുന്നതും ഔട്ടർ ലെയറിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പുറത്ത് മാത്രമേ ചെയ്യാറുള്ളൂ, ഇൻ കേസ് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ബബിൾസ് വരുന്നുണ്ടെങ്കിൽ. ഇത് യൂണിക്കോൺ തീമിലുള്ള കേക്ക് ആയതുകൊണ്ട് പിങ്ക്, ബ്ലൂ, യെല്ലോ എന്നീ 3 കളറുകൾ വിപ്പിംഗ് ക്രീമിന് കൊടുത്തിട്ട് അതുകൊണ്ട് ഇതിൻ്റെ ഹെയറൊക്കെ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യൂണിക്കോണിൻ്റെ കൊമ്പും ചെവിയും ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ആ ഫോണ്ടൻറ്റിൽ ഒരു 2-3 ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്തിട്ട് ഞാൻ കുഴയ്ക്കുകയാണ്. അപ്പോൾ അത് എന്തിനാണ് യെല്ലോ ചേർത്തതെന്ന് ചോദിച്ചാൽ യൂണിക്കോണിൻ്റെ കൊമ്പ് ഗോൾഡ് ലെസ്റ്റർ ഡസ്റ്റ് കൊണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗോൾഡിനോട് സമാനമായിട്ടുള്ള ഒരു കളറാണ് യെല്ലോ, അതുകൊണ്ട് ആ യെല്ലോ എടുത്തു എന്നുള്ളൂ. ഇനി ഇതേപോലെ കളർ പോരാ, അതുകൊണ്ട് ഒരു ഡ്രോപ്പും കൂടെ ഞാൻ ചേർക്കുവാണ്. അതിനുശേഷം നന്നായി കുഴച്ചതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ യൂണിക്കോണിൻ്റെ കൊമ്പ് ഉണ്ടാക്കുന്ന ഷേപ്പ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം.
അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി യൂണിക്കോണിൻ്റെ കൊമ്പും ചെവിയും ഒക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അത് ഡെലിവർ ചെയ്യുമ്പോൾ അവിടെ പോയിട്ടാണ് ചെയ്യുന്നത്. അതിന് ശേഷം ബാക്കി വീഡിയോസ് എടുക്കാം.